നമ്മുടെ ഈ കാർഷിക ബില്ലിനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ജനദ്രോഹപരമായിട്ട് ഒന്നും ഇല്ല എങ്കിൽ പിന്നെ ഇത്രയും സമരങ്ങൾ നടക്കുന്നതെന്ത്, ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് എന്തുകൊണ്ട് സമരങ്ങൾ നടക്കുന്നുവെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇപ്പോൾ ഈ കാർഷിക ബില്ല് എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും ഈ APMC ഒഴിവാക്കിയിട്ട് മുമ്പാണെങ്കിൽ APMC വഴി അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസിങ് കമ്മിറ്റി വഴി മാത്രമേ ഈ കർഷകർക്ക് അവരുടെ സാധനങ്ങൾ അവരുടെ പ്രൊഡ്യൂസ് വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി അവർക്ക് നേരിട്ട് ആർക്ക് വേണോ വിൽക്കാൻ കഴിയും. പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞ് കുറേ പരാതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട്. ഇവൻ ഇത് APMCയും കണ്ടിന്യൂ ചെയ്യും. ആൾക്കാർക്ക് ഈ മണ്ടി എന്നാണ് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ മണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കാം, അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഒരു മാറ്റമില്ല, അതിൽ കർഷകർക്കെതിരായിട്ട് ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ കവല നടത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മറുപടി പറയുന്ന മുമ്പ് നമുക്ക് കുറച്ച് ഒരു അല്പം പുറകിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദാദ്രി ഒരു അഖ്ലാഖിനെ കൊന്ന സംഭവം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? അന്ന് എന്തുമാത്രം ഭയങ്കര പ്രൊപ്പഗൻഡയാണ് നടന്നത്. ഒരു ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ പേരിൽ ഒരു വലിയ ഒരു പ്രൊപ്പഗൻഡ നടന്നായിരുന്നു. പക്ഷെ അത് അന്ന് ആ ബീഹാറിന്റെ ഇലക്ഷൻ അടുപ്പിച്ചിട്ടായിരുന്നു ആ ഒരു പ്രൊപ്പഗൻഡ വന്നത്. കുറച്ച് കഴിഞ്ഞ് അന്വേഷണമൊക്കെ നടത്തി വന്നപ്പോൾ ഇത് രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള വഴക്കാണ്. ഒരാൾ വേറൊരാളിന്റെ പശുവിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റു, പശുവിനെ അടിച്ചു മാറ്റി അവർ കറി വെച്ച് തന്നു. അപ്പൊ ഇത് ചോദിക്കാൻ ചെന്നവനെ ഈ അഖ്ലാഖിന്റെ കുടുംബക്കാർ തല്ലി. അത് കഴിഞ്ഞ് അവർ സംഘടിതമായിട്ട് വന്ന് അഖ്ലാഖിനെ തല്ലി. ആ ഘട്ടത്തിലാണ് അഖ്ലാഖ് മരിച്ചത്. ഇതാണ് അതിന്റെ ആക്ച്വൽ സംഭവം. പക്ഷേ ഈ അഖ്ലാഖ് ബീഫ് കൈവശം വെച്ചു എന്നതിന്റെ പേരിൽ അഖ്ലാഖിനെ കൊന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് വലിയ പ്രൊപ്പഗൻഡ നടന്നത്. ഇത് മാത്രം ഇപ്പൊ ഈ നടന്നു പോലത്തെ വലിയ പ്രൊപ്പഗൻഡ നടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹരിയാനയിൽ ജുനൈദ് എന്ന് പറഞ്ഞ പയ്യനെ കൊന്നു. അതും പറഞ്ഞത് അവൻ ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ പ്രൊപ്പഗൻഡ നടന്നത്. പിന്നീട് അന്വേഷണം നടന്നപ്പോൾ ഈ ജുനൈദ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു സീറ്റ്, അവനും അവന്റെ സഹോദരനും കൂടെ സീറ്റിലിരുന്ന് ചീട്ട് കളിക്കായിരുന്നു. ചീട്ട് കളിച്ചപ്പോഴത്തെ മറ്റേ യാത്രക്കാർ നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ സ്ഥലം നിങ്ങൾക്ക് ചീട്ട് കളിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടടി കൊടുക്കും. അപ്പം കേൾക്കാത്ത കാരണം അവൻ രണ്ടടി കൊടുക്കുന്നു. അവൻ അടുത്ത സ്റ്റേഷനിൽ അവന്റെ നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി അവനും നാട്ടുകാരും ചേർന്ന് ഈ പറഞ്ഞ അവനെ തല്ലി. അവന്റെ കയ്യിലിരുന്ന ഈ ജുനൈദിന്റെ കയ്യിലിരുന്ന കത്തി മനുഷ്യനെ അവനെ തിരിച്ചു കുത്തി. അങ്ങനെയാണ് ജുനൈദ് ചാവുന്നത്. അതാണ് അതിലെ ആക്ച്വൽ സംഭവം. അതിന് ബീഫുമായിട്ട് ഒരു ബന്ധമില്ല. എന്നിട്ടും ബീഫ് കൈവശം വെച്ചതിന്റെ പേരിലാണെന്ന് പറഞ്ഞു പരത്തി ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പഗൻഡ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഹത്രാസിലെ സംഭവം വന്നു. ഹത്രാസിൽ ആ പെൺകുട്ടിയുടെ നാവ് കടിച്ചു മുറിച്ചു, ഭയങ്കരമായിട്ട് വളരെ ക്രൂരമായ വിലാസം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രൊപ്പഗൻഡ. പക്ഷെ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ എന്നെ സഞ്ജീവ എന്നാണ് തോന്നുന്നത്, സന്ദീപാണ് എന്നെ കൊന്നത് എന്ന് ആ കുട്ടി പറയുന്ന വീഡിയോ, അതായത് ഈ പറഞ്ഞ സംഭവം കഴിഞ്ഞ് കുട്ടി സ്റ്റേഷന്റെ പുറത്ത് കിടന്നിട്ട് പറയുന്ന വീഡിയോ പുറത്തു വന്നായിരുന്നു. അതിനെയാണ് അതിന്റെ നാവിനെ കടിച്ചു മുറിച്ചു, സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക്, പക്ഷെ നാവ് കടിച്ചു മുറിച്ചു എന്ന് പറഞ്ഞൊക്കെ പ്രൊപ്പഗൻഡ ഇറക്കിയത്. അതും കള്ളമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുപിയിലും രാജസ്ഥാനിലും ഒക്കെ ആയിട്ട് ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള എത്രയോ ഭീകരമായിട്ടുള്ള കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ രണ്ടുപേര് ചെന്ന് തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ആ ബലാത്സംഗം ചെയ്ത് അപ്പം തന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ കുട്ടി മരിച്ചുപോയി. അതിന്റെ ലിവറെല്ലാം മാൽ ഫങ്ഷനായി. വേറൊരു കേസിൽ ഇതേപോലെ വയലിൽ വെച്ചൊരു കുട്ടിയെ ഉപദ്രവിക്കുകയും അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും അങ്ങനെയുള്ള എത്രയോ ഭീകരമായ സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു സംഭവം മാത്രം എന്തുകൊണ്ട് അവർ തെരഞ്ഞെടുത്ത് പ്രചരിപ്പിച്ചു? അതും യുപിയുടെ ഇലക്ഷന്റെ ടൈം ആയിരുന്നു. അതായത് യുപിയുടെ ഇലക്ഷൻ ടൈം, പിന്നെ എങ്ങനെ ഇതിനെ BJPക്കെതിരെ ഉപയോഗിക്കാം, ആ ഒരു കോമ്പിനേഷൻ. നേരത്തെ പറഞ്ഞ 1-2 കേസിലൊക്കെ അവർക്ക് സ്യൂട്ട് ആവാത്ത കോമ്പിനേഷനിലായിരുന്നു ആ ക്രൈം നടന്നത്. അതുകൊണ്ട് അവരെടുക്കുക. ഇത് വിക്ടിം എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സോക്കോൾഡ് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്. അതിന്റെ പ്രതി എന്ന് പറഞ്ഞ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അവരുടെ കോമ്പിനേഷൻ സെറ്റ് ആവുന്നുണ്ടായിരുന്നു അവര് ഇത് തന്നെയത്. പക്ഷേ ബാക്കിയുള്ള കോമ്പിനേഷൻ ഒന്നും അവർക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് അവർ ആ കോമ്പിനേഷൻ എടുത്തില്ല. ഇതേപോലെ അവർക്ക് കോമ്പിനേഷൻ അവരുടെ കോമ്പിനേഷനിൽ പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവരൊരു ഇഷ്യൂ ഒക്കെ എടുക്കൂ. ഇതിനെയാണ് തെരഞ്ഞെടുത്ത് പ്രതികരിക്കുക, സെലക്റ്റീവ് ഔട്ട്റേജ് എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ പൗരത്വ ഭേദഗതി. ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന നുഴഞ്ഞു കയറി വന്ന ആൾക്കാരിൽ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് അതിൽ ആ രാജ്യത്ത് ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാർക്ക് അവരെ മാത്രം തിരിച്ചയക്കുന്നില്ല. ഇപ്പം പാകിസ്ഥാനിൽ വന്നവരാണെങ്കിൽ ഹിന്ദുക്കളും സിഖുകാരും
ക്രിസ്ത്യാനികളും അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ആൾക്കാരെ മാത്രം ചെയ്യുന്നത്. കാരണം അവരുടെ മേലിൽ അവിടെ ഭയങ്കരമായ അട്രോസിറ്റി നടക്കുന്നുണ്ട്. ഇതായിരുന്നു അത്. പക്ഷേ ഇവിടെ നമ്മുടെ ഭാരതത്തിലുള്ള മുസ്ലിങ്ങളെ അത് ഒരിക്കലും ബാധിക്കുമായിരുന്നില്ല. എന്നിട്ട് പോലും ഇവർ അതിൻ്റെ പേരിൽ പ്രൊപ്പഗണ്ട നടത്തി. ഇതാണ് ഇവരെ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് ആ വിഷയവുമായിട്ട് ഒരു ബന്ധമല്ല. ഇപ്പോൾ എന്തിനാണ് ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ സമരം നടത്തിയത്? ആദ്യം അഖലാഖിന്റെ കേസിൽ എന്ത് ചെയ്തു? അവർക്ക് അവരുടെ അജണ്ടയുമായിട്ട് അത് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ജുനൈദിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സമരം ചെയ്തു? അവരുടെ അജണ്ടയെ മാച്ച് ചെയ്യുന്നു. ആ സമയത്ത് ഇലക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പൗരത്വ ഭേദഗതിയിൽ അവർ എന്തിന് സമരം ചെയ്തു? അത് ഇപ്പം ജിഹാദികൾ അവർക്കൊരു അജണ്ട ഉണ്ട്. അവരുടെ സഹജിഹാദികളെയും കൂടെ ഇവിടെ താമസിപ്പിക്കണം എന്നുള്ള അജണ്ടയുണ്ട്. പിന്നെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും BJP എതിർക്കാൻ എന്തെങ്കിലും മാർഗം വേണം. അതായിരുന്നു അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതേപോലെ അവർക്ക് ആ വിഷയവുമായിട്ട് അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവരുടെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കാർഷിക സമരം എന്ന് പറയുന്നതും മോഡിയെ പറ്റി അവർക്ക് അഴിമതി പറയാനൊന്നുമില്ല. മോഡിയെ പറ്റി കഴിവുകേടുണ്ട് എന്ന് പറയാനില്ല. കാരണം മോഡി എല്ലാ മേഖലകളിലും അങ്ങേയറ്റം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ നടക്കുന്ന പ്രാദേശിക, ഈവൻ ബീഹാറിൽ നടന്ന ഇലക്ഷൻ ആയാലും ഇവിടെ കേരളത്തിൽ നടക്കുന്ന പ്രാദേശിക ഇലക്ഷൻ ആയാൽ പോലും മോഡിയുടെ പെർഫോമൻസിന്റെ പ്രവർത്തന മികവാണ് ഏറ്റവും അധികം ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ട കാരണം ഇവരെല്ലാം വംശനാശം വന്നു പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാർഷിക ബില്ലിനെതിരെ സമരം ചെയ്യുന്നതിൽ ഓരോ സമയത്തും ആക്ച്വലി ഓരോരോ ആൾക്കാരാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടന്ന അതിൻ്റെ സമരം നടന്ന സ്ഥിതിക്ക് പ്രധാനമായിട്ട് ജിഹാദികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ. ജിഹാദികൾക്ക് എന്താണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അതേസമയം ഇവരുടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ജിഹാദികളെയും കൂടെ നുഴഞ്ഞു വന്നവർക്കും കൂടെ ഇത് കൊടുക്കണം. ഞങ്ങളുടെ ആൾക്കാർ ഇനി റോഹിംഗ്യകളാണെങ്കിലും എവിടെ ഉള്ളവരാണെങ്കിലും അവർക്കെതിരെ ഒന്നും ഒരു നിയമം പാടില്ല. നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. പിന്നെ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസും ആസ് യൂഷ്വൽ അവർക്ക് വേറെ അവർക്ക് രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇവരുടെ കൂടെ ചേർന്നു. ഇപ്പൊ ഈ കാർഷിക ബില്ലാണെങ്കിൽ അതിന്റെ പ്രധാന ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഈ ഖാലിസ്ഥാൻവാദികളാണ്. പുതുതായിട്ട് വന്ന ഖാലിസ്ഥാൻ എന്തെന്ന് അറിഞ്ഞാത്ത ആൾക്കാർ മുമ്പ് പാകിസ്ഥാനിൽ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞൊരു തീവ്രവാദം ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ പേരിലുള്ള ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ അജണ്ട തന്നെ. ഇപ്പം അപ്പോൾ ഇതിൽ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകരെ പിന്തുണച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള ആൾക്കാർ മുഴുവൻ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് യു കെയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രകടനം നടക്കുന്നുണ്ട്. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡേ അവരെ അനുകൂലിച്ചപ്പെടുന്നു. ഇതിൽ ഇപ്പോൾ ഈ നമ്മുടെ UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളത് പോലെ തന്നെയാണ്. ഇന്ത്യയിലുള്ള അത്രയും ജിഹാദികളും അത്രയും കമ്മികളും ആ ടൈപ്പ് ആൾക്കാർ ഇവിടെയുണ്ട്, UK-യിലുണ്ട്. ശരിക്കും മുമ്പ് ഇവിടെ ലേബർ പാർട്ടിയുള്ള ആൾക്കാരാണ് ഭരിച്ചിരുന്നത്. ഇപ്പോഴത്തെ തന്നെ പാർലമെന്റിൽ ഈ ജിഹാദികളെയും കമ്മികളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ പിന്തുണയ്ക്കുന്ന, ശരിക്കും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ UK-യിലെ ഇലക്ഷന് വേണ്ടിയിട്ട് അതിന് ബോറിസ് ജോൺസന് വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഒരു ദേശീയവാദിയായിട്ടുള്ള ബോറിസ് ജോൺസനാണ് ഇപ്പോൾ അധികാരത്തിരിക്കുന്നത്. ഇവിടെ ഏതോ ഒരു സർദാർജി ഇവിടെ ഈ കാർഷിക ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച സമയത്ത് അയാൾക്ക് നല്ല ചുട്ട മറുപടി ബോറിസ് ജോൺസൺ കൊടുത്തു. ബോറിസ് ജോൺസൺ പറഞ്ഞു, അയാള് കാർഷിക സമരത്തിനെ പറ്റിയാണ് ചോദിച്ചെങ്കിലും ബോറിസ് ജോൺസൺ പറഞ്ഞ മറുപടി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർത്തോളന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇതിനെ പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ഇപ്പം UK-യിലാണെങ്കിൽ പോലും UK-യിൽ പലപ്പോഴും ഈ ഖാലിസ്ഥാനികൾ ഇവൻ മുമ്പ് ഈ പൗരത്വ ഭേദഗതി വന്ന സമയത്ത് പോലും ഇന്ത്യക്കെതിരായ പ്രകടനം നടത്തുന്നതിൽ ഈ സിഖുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ഖാലിസ്ഥാനികളാണ് അവർ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതേപോലെ ഈ ഖാലിസ്ഥാനികൾ, ജിഹാദികൾ, പിന്നെ കമ്മികൾ ഇവരാണ് ഇതിന്റെ പിന്നിൽ. അവർ എല്ലായിടത്തും ഉണ്ട്. അവർ പാകിസ്ഥാനിലുണ്ട്, അവര് UK-യിലുണ്ട്, അവര് ഓസ്ട്രേലിയയിലുണ്ട്, അവര് ഇവൻ കാനഡയിൽ ആക്ച്വലി കാനഡയിലെ ആള് ഇവരുടെ ആളാണ്. ഈ പറയുന്ന അവിടെ സിഖുകാർ കൂടെ ഉണ്ട്. സിഖുകാർ തന്നെ ദേശീയവാദികളായ സിഖുകാരുണ്ട്, ഖാലിസ്ഥാനികളായ ആൾക്കാരുണ്ട്. യുകെയിലുണ്ട് ദേശീയവാദികളായ സിഖുകാരുണ്ട്, ഖാലിസ്ഥാനികളുണ്ട്. അത് ഈ ഖാലിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അവരും പാകിസ്ഥാനികളും തമ്മിൽ തന്നെയാണ്. കാരണം ശത്രുവിന്റെ ശത്രു മിത്രം കോമൺ മിനിമം പരിപാടി അങ്ങനെ ഉണ്ടാവില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കണം, അതേപോലെ ഖാലിസ്ഥാനികൾക്ക് ഇന്ത്യയെ തകർക്കണം. അപ്പൊ ഈ ഖാലിസ്ഥാന്റെ പിന്തുണയുള്ള സിഖുകാരാണ് ഈ ഇന്ത്യയിലാണെങ്കിൽ പോലും UK-യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഇതിനെതിരായി സമരം നടത്തുന്നത് ഈ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സിഖുകാരാണ്. അപ്പൊ അവരുടെ ഒരു അജണ്ടയാണിത്. അതാണ് ഈ ലോകത്തിലും ഈ ഡൽഹിയിലായാലും ലോകത്തിലായാലും ഇവരെ പിന്തുണച്ചു നടക്കുന്ന സമരങ്ങൾ ഈ പറയുന്ന ഖാലിസ്ഥാനികളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ കൂടെ ഈ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് ജിഹാദികളും കമ്മികളും എല്ലാവരും ഉണ്ട്. ഇതാണ് ഈ
കാർഷിക സമരത്തിന്റെ ഇവരുടെ ഒരു അജണ്ട, ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. അവർക്ക് നിലനിൽപ്പിന് വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട്, മോഡി എതിർക്കാൻ അവർക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവർ നടത്തുന്ന പ്രൊപ്പഗണ്ട. വേറെ ഈ മുമ്പ് ഞാൻ ദാദ്രിയുടെ സംഭവമായാലും ജുനൈദിന്റെ സംഭവമായാലും നമ്മുടെ പൗരത്വ ഭേദഗതിയെല്ലാം അല്ലെങ്കിൽ ഈവൻ റഫാലിനെതിരെ ചെയ്താലും ഇതെല്ലാം ഇവരുടെ പ്രൊപ്പഗണ്ടയുടെ പാർട്ടാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് മാധ്യമങ്ങളിൽ അവരുടെ ആൾക്കാർ വളരെ കൂടുതലാണ്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ. ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളിൽ നമ്മുടെ ആൾക്കാരും ഈ ജിഹാദി കമ്മി ഫ്രാക്ഷന്റെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാർ മാധ്യമങ്ങളിൽ വന്നാൽ മാത്രമേ നമുക്ക് എതിർക്കാൻ പറ്റൂ, ഇവരുടെ അജണ്ട നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടെ ഇവരുടെ പ്രൊപ്പഗണ്ടയെ പൊളിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഉള്ളൂ. അല്ലാതെ ഇവർ ചെയ്യുന്നത് യാതൊരു മെരിറ്റും ഇല്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദയവായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇവരെ